Meet the editors. വിജയത്തിൽ നിന്നും പാഠം പഠിക്കണോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, നമ്മൾ CPM-ന്റെ കാര്യത്തിൽ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുമോ എന്ന് പലതവണ ചർച്ച ചെയ്തു. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ക്യാമ്പ് ഈ വിജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് 2026 എങ്ങനെ എന്നുള്ളതാണല്ലോ പ്രധാനമായും. അപ്പോൾ അതിലൊരു പാഠം പഠിക്കലുണ്ടോ? നോക്കൂ, 2024 കോൺഗ്രസിനുണ്ടായ വിജയം കൂടുതൽ ആധികാരികമായ വിജയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ 2019 കമ്പയർ ചെയ്യുമ്പോൾ. കാരണം 2019 കോൺഗ്രസിൻ്റെ വിജയത്തെ തീരുമാനിച്ച യഥാർത്ഥത്തിൽ 2 ഇമോഷണൽ ഫാക്ടേഴ്സ് ആയിരുന്നു, വൈകാരിക ഘടകങ്ങളായിരുന്നു. നമുക്കറിയുന്നത് പോലെ ഒന്ന്, രാഹുൽ ഗാന്ധിയോടുള്ള അഭിനിവേശം, അദ്ദേഹം പ്രധാനമന്ത്രിയാകും എന്നൊരു തോന്നൽ, അതൊരു വൈകാരികമായ അടുപ്പം മലയാളികൾക്ക് രാഹുൽ ഗാന്ധിയോടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി ആ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് നമുക്കറിയുന്ന പോലെ ശബരിമല, അതൊരു വൈകാരിക വിഷയമായിരുന്നു. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക്കായ ഫാക്ടേഴ്സ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചു, വിജയത്തെ നിർണ്ണയിച്ചു. അത് നിശ്ചയമായും നമുക്കൊക്കെ അറിയുന്നത് പോലെ സർക്കാർ വിരുദ്ധ തരംഗമായിരുന്നു. ഇപ്പോൾ ക്ഷേമ പെൻഷൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഭരണകർത്താക്കളുടെ ധാർഷ്ട്യം വരെയുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ജനവികാരം സർക്കാരിനെതിരാക്കുകയും അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്തു. നമുക്കറിയാലോ, 80% കേരളത്തിലെ വോട്ടർമാരും വോട്ട് ചെയ്തത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. കേവലം 20% BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ CPM, ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പം UDFും LDFും മുഖാമുഖം മത്സരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് UDF കേരളത്തിലെ ഈ വോട്ടർമാരുടെ ഫസ്റ്റ് ചോയ്സായി മാറിയത്? സ്വാഭാവികമായും നമുക്കറിയുന്നത് പോലെ CPM ആണ് ഫാസിസത്തെ എതിർക്കാൻ ഏറ്റവും ശക്തമായ നിലപാടുകൾ എടുക്കുക എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്ക് പോലും ഉണ്ടല്ലോ. ഇപ്പോൾ സമസ്തയിലെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മളൊക്കെ വിചാരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് CPM-ലേക്ക് പോകുമെന്ന് CPM പോലും പ്രതീക്ഷിക്കാൻ കാരണം സമസ്തയിലെ ചില നേതാക്കൾ പരസ്യമായി പറഞ്ഞത് ഫാസിസ്റ്റ് മതാന്ധതയെ എതിർക്കാൻ കഴിയുന്ന ശക്തമായ നിലപാട് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM എന്നാണ്. അത്തരം പരസ്യ പ്രതികരണങ്ങൾ പോലും ഉണ്ടായി. എന്നിട്ട് കൂടിയും ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ 18 സീറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസും UDFും ജനങ്ങളുടെ ചോയ്സായി മാറിയത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് സർക്കാർ വിരുദ്ധ തരംഗമാണ്. തീർത്തും സംസ്ഥാനത്തെ ഒരു പ്രാദേശിക വിഷയത്തിന്മേൽ തന്നെയാണ് വോട്ടിംഗ് നടന്നിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തതെങ്കിൽ കൂടിയും അത് കോൺഗ്രസിന് അനുകൂലമായി UDFിന് അനുകൂലമായ വോട്ടായി മാറിയത് സർക്കാരിൻ്റെ ജനപ്രിയമല്ലാത്ത പരിപാടികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ളതാണ്. ഇനി ഒരു 2 വർഷവും കൂടി പിണറായി സർക്കാരിനുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യം, 2019 കോൺഗ്രസ് പാഠം പഠിച്ചില്ല, അല്ലെങ്കിൽ വലിയ വിജയത്തിൽ വലിയ ആത്മവിശ്വാസമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 2019 ശേഷം ലോകം തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തെ അഭിമുഖീകരിച്ചു, അല്ലേ? ഏറ്റവും വലിയൊരു പാൻഡമിക് ഉണ്ടാകുന്നു, കോവിഡ് പോലെ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു സാഹചര്യം രൂപപ്പെടുന്നു. ആ സാഹചര്യത്തിൽ സർക്കാർ ജനങ്ങളോട് കരുതലോടെ പെരുമാറുകയും അങ്ങനെ സർക്കാരിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടാവുകയും സർക്കാർ ജനപ്രിയമാവുകയും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ഒരു സേവിയറിനെ ആളുകൾ കാണുകയും അല്ലെങ്കിൽ ഒരു രക്ഷകനായി കാണുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ എത്തും പിടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് വലിയ രീതിയിൽ വോട്ടായി മാറി. അപ്പം 2019 പിന്നെ കോൺഗ്രസിനുണ്ടായ വിജയം അവരുടെ ആത്മവിശ്വാസവും ആത്മവീര്യവും കൂട്ടിയെന്നും അതിൻ്റെ ഒരു ആലസ്യത്തിൽ വീണുപോയതുകൊണ്ടാണ് 2021 തുടർഭരണം ഉണ്ടായതെന്നും വിലയിരുത്തുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം, മറ്റൊരു സാമൂഹിക സാഹചര്യം രൂപപ്പെട്ടു വരികയും ആ സാമൂഹിക സാഹചര്യം സർക്കാരിന് അനുകൂലമാവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2024 നിന്ന് 2026 യാത്ര ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല CPM-ഉം CPM നേതൃത്വം നൽകുന്ന സർക്കാരും ഇനി അങ്ങോട്ടേക്ക് അടങ്ങിയിരിക്കുമെന്ന്. കാരണം വെച്ചാൽ കൂടുതൽ ഊർജ്ജസ്വലമായി അവർ പ്രവർത്തിക്കും. കാരണം വെച്ചാൽ ഈ തിരുത്തൽ പ്രക്രിയയൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട്. അത് പരസ്യമായി പറയുന്നില്ല എങ്കിൽ പോലും, പരസ്യമായി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ശൈലിയുടെ പ്രശ്നമാണല്ലോ ആകെപ്പാടെ ഒരു വിവാദമായി നിൽക്കുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ വളരെ വ്യക്തമല്ലേ അവരുടെ 1, 2, 3, 4 എന്നുള്ള അജണ്ട പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലേ? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു, അതേപോലെ സപ്ലൈകോയിൽ അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുമെന്ന് പറയുന്നു, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുക്കുമെന്ന് പറയുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രവുമല്ല, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് പറയുന്നു, അതിനിപ്പോൾ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് വളരെ ശക്തമായിട്ട് തന്നെ. ഈ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഇപ്പം 2 വർഷത്തെ തെരഞ്ഞെടുപ്പ്, 2 വർഷം കൂടി ഉണ്ട് ഇനി തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദേശീയപാത വികസനം ഏറെക്കുറെ പൂർണ്ണമാകും ആ സമയത്ത്. അപ്പോൾ മലയാളി കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുന്നൊരു സാഹചര്യം രൂപപ്പെടും. അപ്പം അതുണ്ട്. അതേപോലെ തന്നെ K-ഫോൺ പോലുള്ള പദ്ധതികൾ ശക്തമായി നടപ്പാക്കും. അപ്പോൾ വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന സർക്കാരായിരിക്കും 2026
പിന്നെ പിണറായി വിജയൻ സർക്കാർ അങ്ങനെയായിരിക്കും അവർ ആ തെരഞ്ഞെടുപ്പിന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ ശക്തമായൊരു സംഘടനാ സംവിധാനത്തിലേക്ക് മാറേണ്ടതെന്ന് കോൺഗ്രസ് ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസ് അതിൻ്റെ സംഘടനാ ശേഷി കൊണ്ടോ അതിനൊരു കേഡർ സ്വഭാവം ഇല്ലല്ലോ, ആ പാർട്ടിക്ക് ഒരു കേഡർ സ്വഭാവം ഇല്ല. അപ്പോൾ ആ കേഡർ സ്വഭാവം ഇല്ലാത്തൊരു പാർട്ടിയാണ് അതിൻ്റെ ഒരു സംഘടനാ ശേഷി കൊണ്ട് സംഘടനാ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല എപ്പോഴും വിജയിച്ച് വന്നിട്ടുള്ളത്. മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനോടൊരു വിരുദ്ധ തരംഗം ഉണ്ടാകും. ആ വിരുദ്ധ തരംഗത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് കോൺഗ്രസ് വരും. ഇപ്പം ഞാൻ പറയട്ടെ, 2006-2011 നല്ല ഉദാഹരണമല്ലേ. 2006-2011 സർക്കാർ എന്ന് പറഞ്ഞാൽ അതിഗംഭീര സർക്കാർ, വി എസ് അച്യുതാനന്ദൻ്റെ സർക്കാർ എന്ന് പറയുന്നത്. ആ സർക്കാരിനെ തോൽപ്പിക്കാൻ CPM തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് തുടർഭരണം ഉണ്ടാകാതെ പോയത്. 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി 2011 അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ 2016 വേറൊരു സാമൂഹ്യ സാഹചര്യം രൂപപ്പെട്ട് വന്നപ്പോൾ തുടർഭരണം ഉണ്ടായി. ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് അതിൻ്റെ സംഘടനാ സംവിധാനത്തെ ഊർജ്ജസ്വലമാക്കി നിലനിർത്തുക എന്ന് പറയുന്നതിന് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയില്ല. പക്ഷേ കോൺഗ്രസ് എവിടെയാണ് വിജയിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഈ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു ഫൈറ്റ് ഒരു സംഘടനാ പ്രവർത്തനമായിട്ട് മാറും കോൺഗ്രസിനകത്ത്. അങ്ങനെ ഒരു ഗുണം കോൺഗ്രസിന് എപ്പോഴും കിട്ടും. ഇപ്പോൾ എന്താ സ്ഥിതി? കോൺഗ്രസിൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ എവിടെയാണ് ഈ ഗ്രൂപ്പ്, എവിടെയാണ് എ ഗ്രൂപ്പ്, ആരാണ് അതിൻ്റെ നേതാക്കൾ? എപ്പോഴും കോൺഗ്രസിൽ മുഖാമുഖം നിന്നിട്ടുള്ള ഈ 2 ഗ്രൂപ്പുകളാണല്ലോ. ഇന്നിപ്പോൾ നോക്കിയേ, KPC പ്രസിഡന്റ് ആരാ? കെ സുധാകരനാണ്. കെ സുധാകരൻ ഏറ്റവും കൊടികുത്തിയ ഐ ഗ്രൂപ്പുകാരനല്ലേ. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് ആരാ? VD സതീശൻ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന ആളല്ലേ. ഒരേ സമയത്ത് ഈ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരേ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ചരിത്രമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം ഗ്രൂപ്പുകളുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വ്യക്തികൾ രൂപപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അല്ലേ. ഇപ്പോൾ കെ സുധാകരനും VD സതീശനും തമ്മിൽ എത്ര ഐക്യമുണ്ട്? പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ്. സത്യത്തിൽ ഈ സംഘടനയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട 2 ആളുകൾ 2 വ്യക്തികളായി മാറി നിൽക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ശക്തനായ നേതാവാണ്, രമേശ് ചെന്നിത്തല വേറൊരാളായിട്ട് മാറി നിൽക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗ്രൂപ്പില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ കോൺഗ്രസിനകത്ത് വ്യക്തികൾ ആയിട്ട് ആളുകൾ മാറി നിൽക്കുന്നു, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകുന്നു. എനിക്ക് തോന്നുന്നത് KC വേണുഗോപാൽ വളരെ ശ്രദ്ധേയമാം വിധം തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ളത് എന്നും അതാണ് അടിയന്തരമായി പരിഹരിക്കേണ്ടതെന്നും KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയണം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നോക്കൂ, ഇന്നത്തെ ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരം ഈ തൃശ്ശൂരിലെ വിജയത്തെയൊക്കെ വളരെ ചെറുതായി അവർ കോൺഗ്രസ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ അതൊരു താൽക്കാലിക പ്രതിഭാസമാണ് എന്നൊരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ തൃശ്ശൂർ മത്സരിച്ചു, അതിൻ്റെ ഒരു ഗുണം കിട്ടി, അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കാൻ പോകുന്നില്ല എന്നൊരു വിലയിരുത്തലിലേക്കാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ തൃശ്ശൂരെ വിജയം അവിടെ മാറ്റിവെക്കാം നമുക്ക്, അതിനകത്ത് സുരേഷ് ഗോപി ഒരു ഫാക്ടറായിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 20 മണ്ഡലങ്ങളിൽ വേറൊരു തരത്തിലുള്ള സാമുദായിക കോമ്പിനേഷൻ വളർത്തിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യണം. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി നിൽക്കില്ല. ഞാൻ പറയുന്നത് ഇപ്പം തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്തെത്തിയത് BJP ആണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, സംശയമില്ല. തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ അത് അതേപോലെ തന്നെ 2026 ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണമെന്നില്ല. ഈ 7, 4, 11 സീറ്റ് അങ്ങനെയാണെങ്കിൽ BJPക്ക് കിട്ടണം 26. ഞാൻ ആ സാധ്യത കാണുന്നില്ല. പക്ഷേ അവർ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 8 9 മണ്ഡലങ്ങളുണ്ട്. ഈ 8 9 മണ്ഡലങ്ങളിലൊക്കെ 100 വോട്ടിൻ്റെയും 200 വോട്ടിൻ്റെയും 1000 വോട്ടിൻ്റെയും 1500 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് ഈ പറയുന്ന 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് അവരെത്തുമ്പം 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് CPM ആണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അപ്പോൾ ചെറിയൊരു മാറ്റമല്ല ഈ 2024 തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വളരെ വിശദമായി വിലയിരുത്തിയിട്ടുണ്ട്. ഈ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ CPMൽ നിന്ന് പോകുന്നു. അവർ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ CPMൽ നിന്ന് മാത്രമായിട്ടല്ല പോകുന്നത്, അത് കോൺഗ്രസിൽ നിന്നും പോകുന്നുണ്ട്, ഒരു യാഥാർത്ഥ്യം. പിന്നെ മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങളിൽ ഇപ്പോഴും കുറേയൊക്കെ അവശേഷിക്കുന്നത് കോൺഗ്രസിനോടൊപ്പമാണ്. ആ വോട്ട് ബാങ്കും BJPയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കോൺഗ്രസിന് എപ്പോഴും ഉണ്ടായിരുന്നൊരു ശക്തി എന്ന് പറയുന്നത് മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് ആണല്ലോ. കേരള കോൺഗ്രസ് വഴി ക്രിസ്ത്യൻ വോട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത് CPMൻ്റെ ഭാഗമാണ്. ഈ ഞാൻ പറയുന്ന ഒരു ജനവികാരം ഉണ്ടാകുമ്പോൾ ഈ സാമുദായിക കോമ്പിനേഷനൊന്നും വർക്ക് ചെയ്യത്തില്ല. എന്നാൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പ്രാദേശികമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ലോക്സഭ ഒരു വിശാലമായ തെരഞ്ഞെടുപ്പല്ല. ആ പ്രാദേശികമായ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംഘടനാ ശക്തി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേപോലെ തന്നെ ഈ സാമുദായിക കോമ്പിനേഷൻസ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതൊക്കെ എങ്ങനെ തിരിച്ചു പ്രവർത്തിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നിലുള്ള 2 ടാസ്ക് എന്ന് പറയുന്നത് ഒന്ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പും 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമാണ്. വയനാട്ടിൽ നമുക്ക് നിശ്ചയമായും അറിയാവുന്നതുപോലെ പ്രിയങ്ക ഗാന്ധി സ്വാഭാവികമായിട്ടും
പിന്നെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടാനാണ് സാധ്യത. ഭൂരിപക്ഷം വർദ്ധിക്കും, അവിടെ ഒരു ത്രട്ടേ ഇല്ല. എന്നാൽ ഈ പറയുന്ന ചേലക്കരയിലും പാലക്കാടും ചെറിയ മത്സരമായിരിക്കില്ല. ഞാനതാ പറഞ്ഞത്, അതൊരു ശക്തമായ ത്രികോണ മത്സരമായിരിക്കും. പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരനെ പോലുള്ള ആൾ മത്സരിച്ചപ്പോൾ ഉണ്ടായ ടെൻഷൻ അറിയാം, ഈ രണ്ട് പാർട്ടികളും അനുഭവിച്ച ടെൻഷൻ അറിയാം. ശക്തമായ ത്രികോണ മത്സരം വന്നാൽ ആർക്ക് അനുകൂലമാകും ആ മണ്ഡലം എന്നൊന്നും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകണം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് അഭിസംബോധന ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഒന്നൊരു സംഘടന എന്ന നിലയ്ക്ക് വ്യക്തികൾ മാത്രമായ ആളുകൾ മാറുകയും അവർക്കിടയിൽ വ്യക്തിപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും അതുകൊണ്ട് സംഘടന എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഗൗരവത്തോടുകൂടി തന്നെ അഭിസംബോധന ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ പറയുന്നത് BJPയുടെ വളർച്ചയാണ്. BJP രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പുതിയ സാമുദായിക കോമ്പിനേഷൻ ഉണ്ട്. ആ സാമുദായിക കോമ്പിനേഷൻ എന്ന് പറയുന്നത് CPM-നെ മാത്രം ഹാം ചെയ്യുന്ന ഒന്നായിട്ട് മനസ്സിലാക്കരുത്. കോൺഗ്രസിനെയും അത് അപകടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണല്ലോ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത്. നോക്കൂ, K മുരളീധരനെ പോലെ ഒരാളാണ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നത്. കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തെ കോൺഗ്രസ് ബോധ്യപ്പെടുന്നു. ഇന്നിപ്പോൾ K മുരളീധരൻ അതിനകത്ത് പങ്കെടുത്തിട്ടില്ല. ഇവിടെ പിന്നെ മുരളീധരന്റെ വിമർശനം എന്തായിരുന്നു? തൃശ്ശൂർ അവിടുത്തെ ഈ ജില്ലാ ഘടകത്തിന്റെ പിന്തുണയില്ലായ്മ, ജില്ലാ ഘടകത്തും പുറകെ നമ്മുടെ തന്നെ പ്രസ് കോൺഫറൻസിൽ പിന്നെ മുരളീധരൻ പറയുന്നുണ്ടല്ലോ, ഈ 18 പേരെ വിജയിപ്പിച്ച് കഴിയുമ്പോൾ ഒരാളെ കുരുതി കൊടുക്കണ്ടേ, അങ്ങനെ കുരുതി കൊടുക്കപ്പെട്ട ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ അവിടെ അതിൽ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കാൻ. ഇന്നിപ്പം പിന്നെ മുരളീധരൻ പങ്കെടുക്കാതിരിക്കുന്നത് പോലും തൃശ്ശൂരെ തോൽവിയുമായി ബന്ധപ്പെട്ടാണ്. ആ തോൽവി എന്ന് പറയുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപി പ്രഭാവം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല. അതവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമുദായിക കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ രൂഢമൂലമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ CPM-നെ പോലെ തന്നെ ഉത്തരവാദിത്വം കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ 2024 ഈ 18 സീറ്റ് കിട്ടിയതിൻ്റെ വിജയം അങ്ങ് ആവർത്തിച്ച് കളയാം 26-ലും എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു രാഷ്ട്രീയ നിരീക്ഷണമാകാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. ശരി, പാഠം പഠിക്കണോ, വിജയത്തിൽ നിന്ന് പാഠം പഠിക്കണോ എന്ന് പറഞ്ഞാൽ വിജയത്തിൽ നിന്ന് പാഠം പഠിച്ചേ പറ്റൂ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും വരുന്ന ഒരു വിമർശനം കോൺഗ്രസ് പണിയെടുത്ത് നേടിയെന്ന വിജയമല്ല, അപ്പുറത്ത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിൽക്കുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായി ഭവിക്കുന്നു, അത് ഒരു ഭാഗ്യമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇടത് വലത് എന്ന രണ്ട് എതിരാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ BJP കൂടി വരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ റോഷി ബാലിന് നൽകിയ അഭിമുഖത്തിൽ K മുരളീധരൻ പറയുന്നുണ്ട്, BJP ഇനി അടുത്ത വെല്ലുവിളി BJP കൂടിയാണ്. കാരണം CPM-നെ പരാജയപ്പെടുത്തുക എന്നതിലേക്ക് മാത്രമായി ഇനി അതിനെ ചുരുക്കരുത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ളത് BJP-യെ തോൽപ്പിക്കാൻ കൂടിയുള്ള ആലോചനകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ കടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. K മുരളീധരൻ തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ച ശേഷം തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു, അകത്തും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 മാസമായില്ലേ, അത് എത്രത്തോളം അഡ്രസ്സ് ചെയ്തു എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ K മുരളീധരൻ പറയുന്ന 87,000-ൽ പരം വോട്ടുകൾ അവിടെ പുതുതായി ചേർക്കപ്പെട്ടത് അവിടെ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് BJP അവിടെ ചേർക്കുന്നു. അതിനുള്ള ആ കാര്യം ഇത്രയും പേര് വന്ന് അവിടെ പുതിയ വോട്ടർ പട്ടിക വലുതാക്കിക്കൊണ്ട് അത് BJP-ക്ക് നേട്ടമുണ്ടാക്കാനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ അവിടുത്തെ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അത് അറിയുന്നേയില്ല. അവർ അതിന്മേൽ അവിടുത്തെ സംഘടനാ സംവിധാനമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശമായ സംഘടനാ സംവിധാനം തൃശ്ശൂരാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അവിടെ പല മാറ്റങ്ങളും പാർട്ടി നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് താൽക്കാലികമായ കാര്യങ്ങൾ മാത്രം. പക്ഷേ എത്രത്തോളം K മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്മേലൊരു നടപടി ഉണ്ടാകുന്നു, അതിന്മേൽ ഒരു നടപടി ഉണ്ടാകുന്നു എന്ന് K മുരളീധരനെ ബോധ്യപ്പെടുത്തുന്നു എന്ന വിഷയം കൂടിയുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ആ ബോധ്യപ്പെടുത്തലുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ആ ക്യാമ്പിൽ പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹം ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതിന് ഇന്ന് റോഷി ബാലിനോട് അഭിമുഖത്തിൽ പറയുന്നത്, അവിടെ നേതാക്കൾ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, ആ തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ ഞാൻ അതനുസരിക്കാം. അതേ മുമ്പ് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, പ്രിയങ്കയ്ക്ക് പ്രചാരണത്തിനെത്തും, അതല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് വലിയ പ്രചാരണത്തിനും മറ്റ് പരിപാടികൾക്കും ഒന്നുമില്ല, രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ സജീവമായി നിൽക്കുന്നില്ല എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് K മുരളീധരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പ്രധാനമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ക്യാമ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശ്ശൂരിലെ ഒരു പരാജയം എന്നുള്ളത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ നേട്ടം എന്ന നിലയ്ക്ക് ചുരുക്കി കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ചില നേതാക്കളെങ്കിലും. KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ പക്ഷേ BJP ആണ് ത്രെറ്റ്, ആ രൂപത്തിൽ കാണണമെന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് അവർ എത്തുന്നുണ്ടോ എന്ന് സംശയിക്കണം. അത് വളരെ ഗൗരവത്തിൽ തന്നെ കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് BJP എതിരാളികളാണെന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ BJP അല്പം തിരിച്ചടി നേരിടുമ്പോൾ
കേരളത്തിൽ BJP വളരുകയാണ് ചെയ്യുന്നുള്ളൊരു വിരോധാഭാസം കൂടി സംഭവിക്കുന്നുണ്ട്. പടിപടിയായിട്ടാണെങ്കിലും BJP അവരുടെ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ CPM ആണെങ്കിൽ തന്നെയും അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് SNDP ഈഴവ വോട്ടുകൾ എത്രത്തോളം CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയി, അതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പങ്ക് എത്ര എന്നൊക്കെ ഗൗരവത്തിൽ പഠിക്കുന്നു, അതിന്മേലുള്ള കണക്കുകൾ എടുക്കുന്നു. അതിന്മേൽ ഉള്ള അടുത്ത നടപടി എന്താണ് വെള്ളാപ്പള്ളി അധികം വേദനിപ്പിക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ആലോചനകളിലേക്ക് CPM കിടക്കുകയാണ്. അപ്പുറത്ത് NSS എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. പരസ്യ പ്രതികരണങ്ങൾ അങ്ങനെ നടത്തുന്നില്ല എങ്കിൽ കൂടി. പക്ഷേ ഇപ്പോൾ BJP ഭരണത്തിൽ തുടരുന്ന ഒരു അവസ്ഥയിൽ ചില വിഷയങ്ങളിലൊക്കെ BJPക്ക് അനുകൂലമായ സമീപനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ NSS-ഉം പൂർണ്ണമായി BJPക്ക് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് പോകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു ത്രെറ്റായി, അതും ഒരു ആശങ്കയായി കോൺഗ്രസ് മുന്നിൽ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുന്നുണ്ടോ, ആ ഗൗരവത്തിൽ ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ വോട്ട് രാഷ്ട്രീയത്തെ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നു കോൺഗ്രസ് ഇവിടെ ഈ വിജയത്തിൽ എന്താ പറയുക, വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ നിന്നും പുറത്ത് കടന്നുകൊണ്ട് ഗൗരവത്തിലുള്ള സ്വയം വിമർശനത്തിലേക്ക് എത്രത്തോളം കടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ 2019-ലും ഇതൊക്കെ സംഭവിച്ചതാണ്. അന്ന് കോവിഡ് അടക്കമുള്ള വിഷയങ്ങൾ, പ്രളയമടക്കമുള്ള വിഷയങ്ങളൊക്കെയാണ് ഗുണം ചെയ്തത് CPM-ന് അല്ലെങ്കിൽ ഇടത് സർക്കാരിന് എന്നൊക്കെ പറയാമെങ്കിലും അതല്ലാത്ത ഘടകങ്ങളുമുണ്ട്. കാരണം ഒരു പരാജയം സംഭവിച്ചാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത പടി എന്ത് ചെയ്യണമെന്ന് വളരെ വേഗത്തിൽ ആലോചിക്കുകയും നടപടിയിലേക്ക് കടക്കുന്ന ഒരു സംവിധാനം CPM-നെ സംബന്ധിച്ചുണ്ട്. കോൺഗ്രസിന് അതുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തത് ഇവിടുത്തെ നേതൃത്വം. 2 നേതാക്കൾ, VD സതീശൻ, K സുധാകരൻ, ഈ നേതാക്കൾ പരസ്പരം മിണ്ടാറ് പോലുമില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പരസ്പരം കാണാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാമ്പിൽ 2 പേരുമുണ്ട്. അതിനകത്തെ അത്തരം ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അത്രത്തോളം പരസ്പരം സഹകരിക്കാതെ അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാത്ത രീതിയിലേക്ക് അവർ അകന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ നമ്മൾ അറിയുന്നുണ്ട്. അതെത്രത്തോളം മുന്നോട്ട് പോകും? ഏതെങ്കിലും തരത്തിൽ K സുധാകരൻ ഇനി നേതാവായി തന്നെ തുടരുകയാണെങ്കിൽ അദ്ദേഹം നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ, ഇപ്പോൾ കുറച്ചു കാലമായി അദ്ദേഹം മൗനത്തിലായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ അപ്പോൾ അത് വിവാദമാകുന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ കൂടോത്ര വിവാദം കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയുണ്ടായി. അതിന്മേൽ എത്രത്തോളം ഗൗരവത്തിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടുണ്ട്? കാരണം അത് വിവാദമായത് തന്നെ K സുധാകരൻ്റെ പ്രതികരണമാണ്. അപ്പോൾ 1.5 വർഷം മുമ്പുള്ള വിഷയമാണെങ്കിൽ കൂടി എങ്ങനെയൊക്കെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നത്? കസേര പോകാതിരിക്കാൻ ഏത് വിശ്വാസത്തിലേക്ക് പോകണമെന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നേതാക്കളൊന്നും പ്രതികരിച്ചില്ല. VD സതീശനാകട്ടെ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച ആ വിഷയത്തിൽ അപ്പോൾ പ്രതികരിച്ചിരുന്നെങ്കിൽ അത് ആ K സുധാകരനെതിരെ പ്രതികരിക്കുന്ന രൂപയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടായിരിക്കാം. എന്തായാലും അത്തരം വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടായാലും CPM-മായി ബന്ധപ്പെട്ടായാലും പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതെത്രത്തോളം കോൺഗ്രസ് ഏറ്റെടുത്ത് അതിന്മേൽ ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ സമരമായാലും അല്ലെങ്കിൽ അതിന്മേൽ പ്രതികരണമായാലും എത്രത്തോളം നടത്തുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ സഭയിൽ ചില പ്രതികരണങ്ങൾ, നല്ല ശക്തമായ പ്രതികരണം സഭയിൽ നടത്തുന്നുണ്ടാകും. പക്ഷേ പുറത്ത് അത് എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അത് എത്രത്തോളം കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം സംശയകരമാണ്. പക്ഷേ പലപ്പോഴും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സമരങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്, അത് ശരി തന്നെ. എന്നാലും ഇനിയും പല കാര്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യം നേരത്തെയുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഇപ്പോൾ ഈ അംഗത്തിൽ മറ്റൊരു വിഭാഗം കൂടി എത്തിയിരിക്കുന്നു. CPM-നെ മാത്രം നേരിട്ടാൽ പോരാ, BJP-യെ കൂടി നേരിടേണ്ടതുണ്ട് എന്ന രൂപത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് കോൺഗ്രസ് വരേണ്ടതുണ്ട്. അത് വരുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മുന്നണി വിപുലീകരിക്കേണ്ടതുണ്ട്. മുന്നണി വിപുലീകരിക്കുക, കോൺഗ്രസിലെ പുതിയ വരാൻ ആഗ്രഹിക്കുന്നവരെ ഇങ്ങോട്ടേക്ക് വരുത്തുക, ഇതൊക്കെ വിഷയമാണല്ലോ. അപ്പോൾ K മുരളീധരൻ തന്നെ പറയുന്നു, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് സംബന്ധിച്ച് സെലിബ്രിറ്റി എന്ന് പറയാനുള്ളത് ആകെയുള്ള ശശി തരൂരാണ്. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെ ആയാലും തടഞ്ഞു വെക്കും. വന്നു കഴിഞ്ഞാൽ അഥവാ നേതൃസ്ഥാനത്തേക്ക് എത്തിയാലോ അപ്പോൾ ആരും വരണ്ട എന്നൊരു സമീപനം പല നേതാക്കൾക്കുമുണ്ട് എന്ന് മുരളീധരൻ പറയുന്നു. മുന്നണി വിപുലീകരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസിന് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കിട്ടിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവരെ ഇപ്പോൾ ഇങ്ങോട്ട് കിട്ടുകയൊന്നും സാധ്യമല്ല. അപ്പോൾ ഇടത് മുന്നണിയിൽ നിന്നും മറ്റ് ശക്തമായ മറ്റേതെങ്കിലും പാർട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടോ? അതിന്മേൽ ചർച്ചകളുണ്ടോ? അത്തരം ആലോചനകളൊക്കെ അപ്പുറത്ത് CPM നടത്തിയിരുന്നല്ലോ ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ.
അപ്പോൾ എങ്ങനെയാണ് UDF ആ രൂപത്തിൽ ആലോചിക്കുക? അതിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് തന്നെയാണ്. അത്തരം ചില പാഠങ്ങളിലേക്ക് 2026 മുന്നേ കോൺഗ്രസ് പോകുമോ? അതിലേക്കാട്ടപ്പുറം ഇപ്പം കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പുനഃസംഘടനയാണ്. അത് നടക്കുന്നേയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതിനെന്താണ് തടസ്സം? ആ തടസ്സങ്ങൾ മാറുമോ എന്നുള്ളൊരു വിഷയം കൂടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഗൗരവത്തിൽ 2 ദിവസത്തെ ക്യാമ്പിൽ ഒരു ആകുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീയാൻഡ്രു. സ്മൃതി, കോൺഗ്രസിൻ്റെ ഇന്നത്തെ സമ്മേളനത്തിൽ നിന്ന് KC വേണുഗോപാൽ പറഞ്ഞ കാര്യമാണ് ഞാൻ കാര്യമായിട്ട് തന്നെ എടുക്കുന്നത്. നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടി പൊതുജനം വിലയിരുത്തുന്നതിനെ കുറിച്ചിട്ടാണെന്ന് KC വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അവർ തന്നെ അതിനകത്തൊരു തീരുമാനം എടുത്തു പോകണം. ഈ സമ്മേളനത്തോട് കൂടിയിട്ട്, ഈ യോഗം കഴിയുന്നതോട് കൂടിയിട്ട് നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. ഇനി ഇത് തുടർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒന്ന് പറയും, 2 പറയും, 3 പറയും. അതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾ തമ്മിലടി ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ള നിലത്തേക്കാണ് KC വേണുഗോപാൽ പറഞ്ഞു പോകുന്നത്. ഈ യോഗത്തോടുകൂടി ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിൽ സാധാരണ നടക്കാത്ത ഒരു പരിധിയുള്ള ഇങ്ങനെയുള്ള യോഗങ്ങൾ അടുത്ത കാലങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. പക്ഷേ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വളരെയധികം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് സുധാകരനെ ആദ്യത്തെ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന സംവിധാനത്തിലേക്കായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ലെവലിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ KC വേണുഗോപാൽ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം KC സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തം KC വേണുഗോപാൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം KC വേണുഗോപാലിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെയാണ്, ആ അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. നമ്മുടെ ലക്ഷ്യം ക്ലിയറാണ്. 2026 ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടാമത് വരുന്ന 2025 വരുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തമ്മിൽ ഇലക്ഷനാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഇലക്ഷനിലേക്ക് എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, അതിന് നമ്മുടെ തമ്മിലുള്ള തമ്മിലടി ഒരു പ്രശ്നമാകാൻ പാടില്ല എന്നുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഈ ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വളർച്ച നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റും. 2019 4% വോട്ടാണ് 2026 വന്നപ്പോഴത്തേക്ക് 24 വന്നപ്പോഴത്തേക്ക് മാറ്റം വന്നത്. അപ്പോൾ ഈ 4% വോട്ട് സുരേഷ് ഗോപിയുടെ വിജയം മാത്രം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതാണ് എൻ്റെ കറക്റ്റ് കാര്യം. കാരണം 2024 ഇലക്ഷന് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഒരു സൂപ്പർ സ്റ്റാർ വന്ന് മത്സരിച്ചതുകൊണ്ട് ജയിച്ചതാണ്. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. അത് BJPയുടെ വളർച്ചയെ നമ്മളങ്ങനെ കാണണ്ട എന്ന് പറയുന്നതിലൊന്നും ഒരു യുക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്, SNDP പോലെയുള്ള സംഘടനകൾ, അതുപോലെ SNDPയുടെ ഒരു സഹസംഘടന പോലെയാണ് BDJS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മകനാണ് BDJSൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത്. അതുകൂടാതെ അതാണ് LDA കൺവീനറും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനം SNDPനെ എത്ര, ഈഴവ കമ്മ്യൂണിറ്റിനെ എത്ര ശതമാനത്തോളം കോൺഗ്രസിനോട് അടുപ്പിച്ച് നിർത്താൻ പറ്റുന്നു എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ജോസ് കെ മാണി കേരള കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് എത്ര ക്രിസ്ത്യൻസിനെ അപേക്ഷിച്ച് എത്ര ആൾക്കാരെ UDFിനോട് കൂടി ചേർത്ത് നിർത്താൻ പറ്റി എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനിയിപ്പം ഈ രാജ്യസഭ കിട്ടിയതുകൊണ്ട് ഇനി ആ മുന്നണി വിപുലീകരണം എന്ന് പറയുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് സംബന്ധിച്ചോളം. അപ്പോൾ അത്ര ആൾക്കാരെ നമുക്ക് തിരിച്ച് UDFിൻ്റെ ഭാഗമാക്കുക എന്ന് പറയുന്നതും അല്ല. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ജോസ് കെ മാണി CPMൻ്റെ സീറ്റാണ്. അത് CPM അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. CPMൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ഇനി വരുന്നതാണ് ഏകദേശം അടുത്ത മാസങ്ങളിൽ തന്നെ സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ തോൽവികളെല്ലാം ഇഴകീറി പരിശോധിക്കും സംസ്ഥാന സമ്മേളനത്തിന്. കാരണം CPMൻ്റെ ഒരു രീതി നമുക്കറിയാലോ. അപ്പോൾ ഈ പറയുന്ന ജില്ലാ സമ്മേളനത്തിൽ കൂടുതൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളും തോൽവിയും ഈ ഭരണവിരുദ്ധ വികാരങ്ങളും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലുള്ള ഈ വർഷം ഈ പ്രാവശ്യം പുതിയ തലമുറയെ കൊണ്ടുവന്നു തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇതൊക്കെ ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൽ CPMൽ ഇഴകീറി പരിശോധിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, അവർ സാധാരണ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ആൻറ്റി ഇൻകംബൻസി നിൽക്കുന്ന സമയത്ത് CPM എന്തു പറഞ്ഞാലും CPMന് തലവേദനയായി മാറുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് എന്താണ്, ഈ പറഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഈ പറയുന്ന മന്ത്രിസഭയിലോ ഈ പറയുന്ന പാർട്ടി പ്രവർത്തനങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റ് CPM-നെ സംബന്ധിച്ചുണ്ടാക്കും. അതുമാത്രമല്ല കോൺഗ്രസ്സിന് പിന്നെ ഈ പറഞ്ഞ പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വർക്ക് ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് വർക്ക് ചെയ്യാൻ ആർക്കൊണ്ട് പറ്റും? CPM-നെ കൊണ്ട് പറ്റും. എല്ലാ പ്രാവശ്യവും അതുകൊണ്ടാണ് CPM-ന് എന്താണ് പഞ്ചായത്ത് പിന്നെ മുനിസിപ്പാലിറ്റികളിൽ മേൽക്കോയ്മ എപ്പോഴും ഉണ്ടാകാനുള്ള കാരണം. അത് ചിലപ്പം ഒരു എന്താ പറയുക ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് ഒരു ഉയർച്ച കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക നിയമസഭാ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ആ നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് ഈ മേൽക്കോയ്മയാണ് എല്ലാ പ്രാവശ്യവും കോൺഗ്രസ്. കാരണം 2019 പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ 19 സീറ്റ് നഷ്ടപ്പെട്ടിരുന്ന കോൺഗ്രസ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷനിൽ വളരെ മുന്നിട്ട് വന്നു. അല്ല CPM വളരെ മുന്നോട്ട് വന്നു. അത് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എഡ്ജായി. ആ എഡ്ജിനെ അവിടെ ഒരു നിയമസഭയിൽ എൻകാഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യം സംഭവിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇതൊരു താൽക്കാലിക തോൽവി മാത്രമാണ്. ഇനി ഞങ്ങൾ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ നമുക്ക് കാണാം അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം ആ കാര്യത്തിന് CPM-ന് ഒരു തൻ്റെടമുണ്ട്. ആ തൻ്റെടം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ലോക്കൽ കമ്മിറ്റികളും അവരുടെ ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളൊക്കെ വളരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സമയമാണത്. അതുപോലെ അത്ര ലെവലിൽ കോൺഗ്രസ്സിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്തൊരു സംശയമുണ്ട്. ആ സംശയത്തെ ഈ പറയുന്ന യോഗങ്ങളിൽ കൂടെ ദൂരീകരിക്കാൻ പറ്റുകയും സാധാരണ പ്രവർത്തകനായ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി മാറ്റം വരുത്തുകയും ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക അത് നിയമസഭാ ഇലക്ഷനിലേക്ക് ഗുണമായി മാറുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് വരുന്നതെങ്കിൽ വലിയ മാറ്റം സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിന് ഉണ്ടാവും. അതുപോലെ തന്നെ BJP-യുടെ ഈ പറഞ്ഞ വോട്ടിംഗ് ഷെയറിലെ വ്യത്യാസം, ആ വ്യത്യാസത്തെ അതൊരു ചെറിയ പ്രതിഭാസമല്ല, അതൊരു വലിയ പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന് ഉള്ള നിലയിലേക്ക് ആ ചർച്ചകൾ കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയൊരു കാര്യമായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ 2 നിയമസഭ ഇലക്ഷൻസ് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. വയനാട് പാർലമെൻറ്റ്, അത് ഉണ്ണിവാർഷം പറഞ്ഞതുപോലെ കറക്റ്റാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ പിന്നെ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിഷത്തിൽ, കാരണം 4 ലക്ഷത്തിനല്ല 5 ലക്ഷത്തിനോ 5.5 ലക്ഷത്തിനോ മേലേക്ക് വരെ വിജയിച്ച് കൂടായിക്കില്ല. അതിൽ അവർക്കൊരു അതിലൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ നിയമസഭ 2 ഇലക്ഷൻ, പാലക്കാട് ഇലക്ഷനെ സംബന്ധിച്ചോളം കട്ട് ത്രികോണ മത്സരമായിരിക്കും. അതിന് ഒരു കാരണവശാലും ഈ പറഞ്ഞ ക്രോസ് വോട്ടിങ്ങൊന്നും ഇനി ചിന്തിക്കാൻ പോലും പറ്റില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല, അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP-നെ സംബന്ധിച്ചും പറ്റില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ഷനായിരിക്കും ഈ പറഞ്ഞ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കാരണം ഒരു 6 മാസത്തിനുള്ളിൽ അവിടെ പാർലമെൻറ്റ് നിയമസഭയിൽ പാലക്കാട് ഇലക്ഷൻ വരും. പാലക്കാട് ഇലക്ഷനിൽ ഏതെങ്കിലും കാരണവശാൽ BJP-ക്ക് ഒരു എഡ്ജ് കിട്ടുകയാണെങ്കിൽ അത് വലിയ മാറ്റമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുക. അപ്പോൾ ഈ പറയുന്ന ഒരു ചർച്ചകളും ഉണ്ടാവില്ല. ആ ലെവലിലേക്ക് ഈ ചർച്ചകളെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും BJP-യുടെ കേരളത്തിലെ വളർച്ചയെ എങ്ങനെ തടയിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ട ലെവലിലേക്ക് ഈ പറയുന്ന യോഗങ്ങൾ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കെ മുരളീധരൻ്റെ കാര്യത്തിൻ്റെ അകത്ത് കെ മുരളീധരൻ്റെ ഒരു നിലപാടെടുത്ത് മാറി നിൽക്കുകയാണ്. ആ നിലപാടെടുത്ത് അത് പോയി കോൺഗ്രസ് എല്ലാവരും കൂടെ വിചാരിച്ചാൽ പോലും നടക്കില്ല. കാരണം അതുകൊണ്ടാണ് പുള്ളി നമ്മുടെ പിന്നെ പ്രോഗ്രാമിൽ തന്നെ ഡിബേറ്റിൽ തന്നെ വന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ലെവലിലേക്ക് മുരളീധരൻ ഈ യോഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിന് മറുപടി പറയും. മുരളീധരൻ ഈ പറഞ്ഞ ചർച്ചകൾക്ക് മറുപടി പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനും കൂടിയുള്ളൊരു മറുപടിയാണ് KC വേണുഗോപാൽ കൊടുത്തത് എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇനി ഞാൻ പുറത്തു മാറി നിന്ന് എന്തെങ്കിലും പറഞ്ഞു കളയാം എന്ന് വിചാരിക്കരുത് എന്നുള്ള നിലയ്ക്ക് ഇന്നൊരു സൂചന പോലെ KC വേണുഗോപാൽ. പക്ഷേ KC വേണുഗോപാൽ ഇപ്പോൾ ഒരു പരിധിവരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ മാസ്റ്റർ പ്ലാൻ വിജയിക്കുകയാണ് 2026 കോൺഗ്രസ്സിന് വലിയൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു ടേക്ക്. സുജയ, KC-യിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. KC-യുടെ വഴിക്ക് കോൺഗ്രസ് വരികയാണെങ്കിൽ കേരളത്തിൽ UDF-ന് അധികാരത്തിലെത്താനായിട്ടുള്ള സാധ്യത 2026 അല്ലാതെ വിഘടിച്ച് നിന്ന് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2026 വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ കൂടെ ആരാണ് ഇരിക്കുന്നത് എന്നതുകൂടി നോക്കേണ്ടി വരും. അതായത് പ്രതിപക്ഷത്തും ഒരു നാണംകെട്ട ഇരിപ്പ് ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് KC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ നേതാക്കളുടെ തമ്മിൽ തല്ലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ തമ്മിൽ തല്ലൊക്കെ നിർത്തി ഒന്ന് മര്യാദയ്ക്ക് എല്ലാവരെയും സംഘടനാ വഴിയിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള കൂടിയാലോചനകളാണ് വയനാട്ടിലെ സപ്ത റിസോർട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ ചർച്ചയിൽ പ്രധാനമായും ഇപ്പോൾ വയനാട്ടിൽ എങ്ങനെ ക്യാമ്പയിൻ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. ഉദ്ഘാടന സെഷനിലടക്കം അധ്യക്ഷ പ്രസംഗത്തിൽ K. സുധാകരനടക്കം ഉണ്ടായ വീഴ്ചകൾ എന്താണ് എന്ന് തുറന്നു പറയാൻ തയ്യാറായി എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. അതായത്
അതായത് വോട്ട് ചോർച്ച എന്നത് കോൺഗ്രസ് അംഗീകരിക്കുകയാണ്. അതാണ് സപ്താ റിസോർട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കീശയിലെ വോട്ട് ചോർന്നു എന്നുള്ളത് കോൺഗ്രസ് സ്വയം വിലയിരുത്തുന്നു, അത് അംഗീകരിക്കുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ഇപ്പോൾ നേടിയിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വിജയമാണ് എന്ന് കോൺഗ്രസ് കരുതുന്നില്ല. പുറത്തേക്ക് അവർ അങ്ങനെ പറയുന്നില്ല എങ്കിൽ പോലും ഒരു പൂർണ്ണ വിജയമാണ് തങ്ങൾ നേടിയത് എന്ന് കോൺഗ്രസ് കരുതുന്നില്ല. അത് നേതാക്കൾക്കിടയിലുള്ള ഈ ചർച്ചയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഈ KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ 123 പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു സംവിധാനമുണ്ട്. KPCCയുടെ കുറേ സെക്രട്ടറിമാരെ, അതായത് ഒരു അക്കോമഡേഷൻ ഉണ്ടായിരുന്നല്ലോ, അക്കോമഡേഷൻ പ്രോസസ്സ് പോലെ നടന്ന് മറ്റ് സംഘടനകളുടെ അതുപോലെ തന്നെ നേതാക്കളുടെയൊക്കെ ശിങ്കിടിയായിട്ട് നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും സെക്രട്ടറിയാക്കും. KPCC സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ കുറേ ആളുകളെ വെക്കുന്നു. ആ സെക്രട്ടറിമാരെ ഒന്നും ഇതിലേക്ക് വിളിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി. അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട്, KPCC നിർവാഹക സമിതി അംഗങ്ങളുണ്ട്, ഭാരവാഹികൾ എന്ന് പറയുന്നതിൽ എല്ലാ ഭാരവാഹികളും, കാരണം ജംബോ കമ്മിറ്റീസ് ആണ്, അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ഈ പുറത്ത് വരുന്ന 123 എന്ന് പറയുന്ന നമ്പറിൽ ഈ ഒരു കമ്മിറ്റി തന്നെ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം വലിയ കമ്മിറ്റിയാണല്ലോ. MP-മാർ, MLA-മാർ, DCC പ്രസിഡന്റുമാർ, പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റുമാർ, ഇത്രയും പേരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും പേരാണ് ഇനി കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് ഒരു പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോഴുള്ള സംഘടനയെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക, അതാണ് KC വേണുഗോപാൽ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ KCയുടെ വഴിയിൽ, അതായത് ഈ രീതിയിൽ സംഘടനയെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, അതിനുശേഷം പുനഃസംഘടന, അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ്, തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയി എങ്ങനെയാണോ ഇന്ത്യ മുന്നണി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് തകർന്നു കിടന്നിടത്ത് നിന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് എഴുന്നേറ്റ് വന്നത്, സമാനമായ രീതിയിൽ കേരളത്തിലെ സംഘടനാ പ്രവർത്തനം കോൺഗ്രസിൻ്റേത് പൂർണ്ണതോതിൽ ശക്തമായി നടക്കുന്നുവെന്ന് നേതാക്കൾക്ക് പോലും പറയില്ല. കാരണം പലയിടങ്ങളിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ കാസർഗോട്ടായാലും കണ്ണൂരായാലും നേതാക്കൾ തന്നെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? അവർക്ക് ബൂത്തുകളിൽ ഇരിക്കാനായി ഏജന്റുമാർ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. വോട്ടെണ്ണുന്ന വേളയിൽ, കൗണ്ടിംഗ് വേളയിൽ, വോട്ടെണ്ണുന്ന വേളയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, വോട്ട് ചെയ്യുന്ന വേളയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതായത് ചിലയിടങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത വിജയം അവർക്ക് കിട്ടി. അപ്പോൾ ആ പ്രതീക്ഷിക്കാത്ത വിജയം കിട്ടിയ കേന്ദ്രങ്ങളെ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അത് കൃത്യമായി ഇഴകേറി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അതെന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന വോട്ടുകളാണോ, അതോ പെട്ടെന്ന് ഇടതുപക്ഷത്തോട്, പിണറായി വിജയനോട് ഒക്കെയുള്ള ഒരു ദേഷ്യത്തിന് മാറിക്കുത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാനായി തീരുമാനിച്ചുറപ്പിച്ച് വന്ന് ഇത്തവണ ചെയ്ത ആളുകളുമുണ്ട്. അപ്പോൾ ഉറച്ചു നിൽക്കുന്ന വോട്ടുകൾ, അതുപോലെ തന്നെ ഒഴുകിപ്പോകുന്ന വേളയിൽ ഇത്തവണ മാത്രം അടിഞ്ഞുകൂടിയ വോട്ടുകൾ, ഇത് രണ്ടും കൃത്യമായി വേർതിരിച്ച് അറിഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന് 2025-ലായാലും 26-ലായാലും തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് ഒരു കൃത്യമായ ഒരു കാൽക്കുലേഷനിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ എന്താണ് ഒരു റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റിയാലിറ്റി ചെക്ക് എക്സർസൈസ് ആണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം അവർ മുന്നോട്ട് വയ്ക്കുന്ന ടാർഗറ്റ് നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 70%, അതായത് 50 അല്ല 70 70% സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റ് മുന്നിലേക്ക് വയ്ക്കുകയാണ്. അത് ഇടതുപക്ഷത്തിൽ നിന്ന് അത്രയും സീറ്റുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രയും സീറ്റുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴിടുന്ന എഫേർട്ട് പോരാ. അതായത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബൂത്ത് ലെവലിലും അല്ലാതെ പഞ്ചായത്ത് ലെവലിലും ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം പോരാ എന്നത് കൃത്യമായി ഈ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് മേലനങ്ങി പണിയെടുക്കണം എന്ന നിർദ്ദേശം കൃത്യമായി കൊടുക്കുന്നതിനുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്ന ഈ KPCCയുടെ ചിന്തൻ ശിബിരം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. BJP-യിലേക്കുണ്ടായ വോട്ട് ചോർച്ച, അത് കോൺഗ്രസ് നേതാക്കൾ പുറത്തേക്ക് പറയുന്നില്ല എങ്കിലും അത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം CPIM-ലേക്ക് പോകുന്ന വോട്ടുകൾ CPIM-നോട് അതൃപ്തി ഉണ്ടാകുമ്പോൾ തിരിച്ചു വരും. പക്ഷേ BJP-യിലേക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു ആശയപരമായ ഷിഫ്റ്റാണ്. അപ്പോൾ ആ ആശയപരമായ ഷിഫ്റ്റ് സംഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തിരികെ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ CPM-ലേക്ക് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോയ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തൽ അവർക്കുണ്ട്. അതുകൊണ്ട് ആ ചോർച്ച അടയ്ക്കുക എത്രയും പെട്ടെന്ന്, അതായത് ഒരു വിള്ളൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടയ്ക്കുക എന്നതും പ്രധാനമാണ്. അല്ല എങ്കിൽ വീണ്ടും വീണ്ടും കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കും. എത്ര നല്ല കപ്പിത്താനാണെങ്കിലും ആ കപ്പൽ മുങ്ങും. അത് CPIM തിരിച്ചറിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവരുടെ കപ്പലിൽ ഇപ്പോൾ തന്നെയുള്ള ആളുകളിൽ ബാക്കി കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താകും കഥ എന്ന ഒരു ശങ്ക അവർക്കുണ്ട്. കാരണം K. സുരേന്ദ്രനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കാനായി പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്, CPIM നേതാക്കളുമായി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. മറുഭാഗത്തുനിന്നുള്ള പ്രതികരണം വരുന്നുണ്ടെങ്കിലും ആരാണ് ആ ചർച്ച നടത്തിയ ആളുകൾ എന്നുള്ള സംശയം പല നേതാക്കൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല BJP അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതും ഉറപ്പാണ്.
ഉറപ്പാണ്. കാരണം 2026 മെച്ചപ്പെട്ട പെർഫോമൻസ് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് അവരിപ്പോൾ നേതൃ ക്യാമ്പ് അടക്കം സംഘടിപ്പിച്ചത്. കാരണം നോക്കൂ, ഇപ്പോൾ JP നദ്ദ പങ്കെടുത്ത ഒരു യോഗം വിശാല നേതൃയോഗമാണ് നടന്നത്. അതായത് KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് 123 പേരുമായി വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുൻപേ JP നദ്ദയെ കേരളത്തിൽ കൊണ്ടുവന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതലുള്ള ആളുകളുടെ യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന് അവർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വലിയ രീതിയിൽ ചർച്ചയായില്ല, പക്ഷേ നടന്നത് അതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി അവർ തുടക്കമിട്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ പഞ്ചായത്ത് തല യാത്ര നടത്തുന്നു. അതുപോലെ സംസ്ഥാന നേതാക്കൾ ഓരോ പഞ്ചായത്തുകളിലും ക്യാമ്പ് ചെയ്ത്, പഞ്ചായത്ത് ചുമതലയാണ്, പഞ്ചായത്തുകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ആ രീതിയിൽ ജോലി വിഭജിച്ചുകൊണ്ട് അവർ പോവുകയാണ്. ആറ്റിങ്ങലിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച മാതൃകയാണ്. അതായത് ഒരു നേതാവ് ആ മണ്ഡലത്തിനടുത്ത് തന്നെ ഉണ്ടാവുക, ആ മണ്ഡലത്തിൽ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുക, അവിടുത്തെ പരിപാടികളിൽ കൃത്യമായി പങ്കെടുക്കുക. അങ്ങനെ ആ V മുരളീധരനിലൂടെ കൊണ്ടുവന്ന മാതൃക അവർ കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഉണ്ണിസാർ പറഞ്ഞതുപോലെ 11+8 എന്നുള്ളതല്ല, അതിനും അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയും, സമയവുമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനം അവർ തുടങ്ങിയിരിക്കുന്നു. ആശയപരമായുള്ള അടിത്തറ വിപുലമാക്കുന്നു. മറ്റ് ക്യാമ്പുകളിൽ നിന്നുള്ള നേതാക്കളെ അടർത്തിയെടുത്തുകൊണ്ട് അവർക്കൊരു പൊട്ടൻഷ്യൽ ത്രെറ്റ് കൊടുക്കുന്നു. അതായത് അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ആ പ്രദേശത്ത് പ്രാദേശികമായി ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന നേതാക്കളെ അടർത്തിക്കൊണ്ടുവരിക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പുറത്ത് BJP നടത്തുമ്പോൾ KCക്ക് വാർ റൂം നേരത്തെ തുറന്നേ പറ്റൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും പരിഹസിച്ചാണ് പറയാറുള്ളത് KCയുടെ വാർ റൂം എന്നുള്ളത്. പക്ഷേ ജില്ലാതലത്തിൽ വാർ റൂമുകൾ സന്നദ്ധമാക്കാൻ പോവുകയാണ്. ഓരോ ജില്ലയിലും വാർ റൂം എന്ന രീതിയിൽ ഓപ്പറേഷൻ ഓർഗനൈസ് ചെയ്യുകയാണ് കോൺഗ്രസ്. അതൊരു നല്ല രീതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം BJP മറുഭാഗത്ത് ഇത്രയും ആയുധങ്ങൾ സംഭരിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ആയുധ സംഭരണി ശൂന്യമാക്കിയിടുന്നത് ബുദ്ധിയുള്ള ഒരു കളിയല്ല എന്ന് KC തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നേതാക്കളെ വിളിച്ചിരുത്തി നിങ്ങളുടെ രീതിക്ക് ഓരോരുത്തരുടെയും വഴിക്ക് പോയിട്ട് കാര്യമില്ല, പാർട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ പാർട്ടിയിലെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം കൂടോത്രം കൊണ്ടൊന്നും ജനങ്ങളെ പിടിച്ചിരുത്താനോ വോട്ട് പിടിക്കാനോ ഒന്നും കഴിയില്ല. അതിന് ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളത് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യം പാലിച്ചുകൊണ്ട് ചുമതലകൾ നൽകൽ, അതൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്നുള്ളത് നേതാക്കൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ കാര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശൻ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി, അങ്ങനെ ഓരോ നേതാക്കളും പറയുന്ന കാര്യങ്ങൾ, ഓരോ നേതാക്കളും അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറയുന്ന വ്യക്തികൾ, അവരെയൊക്കെ ഇങ്ങനെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് നിർത്തുകയും അവരിലൂടെ മാത്രം പാർട്ടിയുടെ കാര്യങ്ങൾ സംവിധാനം ചലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രീതി അത് കഴിഞ്ഞു. AI കാലമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മറുഭാഗത്തെ ത്രെറ്റ് വലുതാണ്. CPIM മാത്രമല്ല, CPIMന് നേരിട്ട തിരിച്ചടി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് വില കൊടുത്തും തിരിച്ചടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നില മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉള്ള സീറ്റുകൾ പിടിച്ചു നിർത്തുകയും ചെയ്തേ പറ്റൂ. അത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമാണ്. അതുകൊണ്ട് CPIM അത്രയും സ്ട്രോങ് ആയി ഇറങ്ങും. മറുഭാഗത്ത് BJP വർക്ക് തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫോക്കസോട് കൂടി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ഒക്കെ എവിടെ പോയി? K മുരളീധരന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ദൃശ്യങ്ങളിലൊന്നും അവരെ കണ്ടതായി ഒരുപക്ഷെ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. അവർ രണ്ടുപേരും ഉള്ളതായി അറിയുന്നില്ല. അപ്പോൾ അതൃപ്തരായ നേതാക്കളെ എല്ലാവരെയും കൂടെ കൂട്ടുക, അനുഭവ പരിജ്ഞാനവും അതുപോലെ തന്നെ യുവത്വത്തിന്റെ ഒരു കരുത്തും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ഫോർമുലയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ KC എല്ലാവരെയും കേൾക്കണം. K മുരളീധരൻ അടക്കം. K മുരളീധരൻ പറയുന്നത് അവരുണ്ടാക്കുന്ന ഫോർമുല എന്താണോ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചോളാം എന്നാണ് K മുരളീധരൻ പറയുന്നത്. അപ്പോൾ കടുത്ത ഭിന്നത ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ യോഗം നിൽക്കുന്നത്. അത് വെറും വയനാട്ടിലെ 5 ലക്ഷം ഉറപ്പിക്കുക മാത്രമാകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ബൂത്ത് വൈസ് DCC റിപ്പോർട്ട്സ് 14 DCCകളുടെയും റിപ്പോർട്ടുകൾ ബൂത്ത് തലത്തിലുള്ളത് പരിശോധിക്കുന്നുണ്ട്. കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിൻ്റെ ആദ്യപടിയാണത്. അപ്പോൾ സാമുദായിക സംഘടനകൾ സംഘപരിവാർ അനുഭാവത്തിലേക്ക് പൂർണ്ണമായി മാറിക്കഴിഞ്ഞത്. ഒപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയോ? ഇതിനും അപ്പുറം എന്തൊക്കെയാണ് എടുക്കേണ്ട ആയുധങ്ങൾ? അതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പാഠം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ KCയുടെ വഴിക്ക് പോയാൽ കോൺഗ്രസിന് നല്ലത്, അല്ലെങ്കിൽ വീണ്ടും പരാജയം രുചിക്കേണ്ടി വരും. ഒരു കാര്യം പറയാനുണ്ട്. ഈ കോൺഗ്രസ് വേഗം നന്നാകൂ, എന്നിട്ട് CPMനെ പരാജയപ്പെടുത്തൂ എന്നുള്ളതല്ല ഈ ചർച്ചയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാനെപ്പോഴും നിലപാട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ 11-8 എന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചായിരുന്നു. അതെ 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 അവിടെ നിൽക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. BJPയുടെ കേരളത്തിലെ വളർച്ച എന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. BJPയുടെ വളർച്ച ഈ സമൂഹത്തിന് ഗുണകരമല്ല എന്ന രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ വളർച്ച ഉണ്ടാകണമെന്ന നിലപാടുള്ള ആളാണ്. അതെ, അപ്പം ആ രാഷ്ട്രീയ നിലപാടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ആണ് ഞാൻ ഈ കോൺഗ്രസിനെ വളരെ ഗൗരവത്തോടുകൂടി വീക്ഷിക്കുന്നത്. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും കൂടുതൽ ജനകീയമാവുകയും ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ഗുണഭോക്താവായി മാറാൻ പോകുന്നത് BJP ആണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ BJP ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് എടുക്കൂ. ഉത്തർപ്രദേശിൽ ഏത് പാർട്ടിയെ ഇല്ലാതായത് BJP വളർന്നപ്പം? സമാജ്വാദി പാർട്ടി ഉണ്ടേ അവിടെ. സമാജ്വാദി പാർട്ടി പ്രാവശ്യം വലിയ നേട്ടം ഉണ്ടാക്കി. BSP ഉണ്ട് അവിടെ. BJP ആണ് പിന്നെ വളർന്നത്. കോൺഗ്രസ് എവിടെ?
ബീഹാർ നോക്കൂ, ബീഹാറിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് നിലംപരിശായപ്പോഴത്തേക്കും അവിടെ RJDക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഏറ്റവും വലിയ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD ഇപ്പോഴും. JDUവിന് നിലനിൽപ്പ് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ BJP അവിടെ വളർന്നപ്പം കോൺഗ്രസ്സാണ് വലിയ രീതിയിൽ നിലംപരിശായത്. അതുകൊണ്ട് കോൺഗ്രസിന് ആ സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഏകപക്ഷീയമായൊരു തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടക്കണ്ട. ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ആവശ്യം, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. രണ്ട് ചേരികൾ ശക്തമായി നിന്നപ്പോഴാണ് BJPക്ക് ഇവിടെ ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. എന്നാൽ BJP ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേകമായ സാമുദായിക കോമ്പിനേഷൻ വലിയ ത്രെട്ടാണ്. ആ ത്രെട്ട് എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് CPMന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് കോൺഗ്രസിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ വലിയ തിരിച്ചടി ആ പാർട്ടിക്കുണ്ടാകുമെന്ന് മാത്രമല്ല സംസ്ഥാനത്ത് വേറൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയും. ശരി, നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ഒന്നുകിൽ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ വേഗം പറഞ്ഞു. അതായത് BJP വളരുന്ന ഒരു ത്രെറ്റും കോൺഗ്രസ് അല്ലെങ്കിൽ CPIM വളരുന്ന ഒരു ത്രെറ്റ് അല്ലാതെയും ഇരിക്കുന്ന ആ ഒരു നിരീക്ഷണത്തോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുള്ള മണ്ണ് തന്നെയാണ് കേരളത്തിൻ്റെത്. മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ ഇവിടെയും എല്ലാ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ നിരോധിത സംഘടനയൊന്നുമല്ലോ. അപ്പോൾ ആ പാർട്ടി വളരുന്നതിനെ മാത്രം ഒരു ഭീഷണിയായി ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെ, വിജയത്തിൽ നിന്ന് പാഠം പഠിക്കണോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് തന്നെയാണ് 4 പേരുടെയും അഭിപ്രായം. Meet the editors.